അപ്പോ എന്തായാലും ഹിസ്റ്റോറിക്കൽ റൗണ്ട് പെർഫോമൻസ് കഴിഞ്ഞ് നിൽക്കാണ്. നന്നായി പെർഫോം ചെയ്തു. ഞാനൊരു വലിയ സംഭവം അല്ലേ. ഷീന ചേച്ചീന്റെ പെർഫോമൻസ് എന്തുകൊണ്ട് നിങ്ങൾ എലിവേറ്റ് ചെയ്യാത്ത? അവിടെയാണ് നിങ്ങളുടെ ഈ ഒരു കൊറിയോഗ്രഫിയിൽ ഒരു വീക്ക് പോയിന്റ് വന്നു. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നമ്മളുടെ ഈ താജ്മഹൽ ഏത് കളറിന്റെ ആണെന്ന് ഒന്ന് പറഞ്ഞുതരുമോ? ഐവറി വൈറ്റ്. കൊടുത്തത് നിങ്ങൾ ചാർമിനാർ. താജ്മഹലിന് പകരം കൊടുത്തത് ചാർമിനാർ. എന്തായാലും എന്റെ ഹസ്ബൻഡ് അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി കൊളമാക്കണ്ട. എന്തുകൊണ്ട് ആ ഒരു നിങ്ങൾ ഇതാരും നിങ്ങൾ ആരും ശൈത്യ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. എടാ, നിനക്ക് അറിയാവുന്ന വല്ല പണിയെടുത്ത് ജീവിച്ചു. ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞോ ശൈത്യ? ഇല്ല, പറഞ്ഞില്ല. അതെന്താ ചേട്ടൻ ശൈത്യ കുട്ടി, അവൻ കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. എങ്ങനെ ഞാൻ മാർക്സ് കൊടുക്കും? അത് ഒരു അല്ല, നിങ്ങൾ ഇത് ഷീന ചേച്ചിയെങ്കിലും ഇത് നോക്കി പറയണ്ടേ ഡയറക്ടറോട്? ഇന്നത്തെ ദിവസമല്ല, ഷൂട്ടിംഗിന്റെ ദിവസമല്ല നിങ്ങൾ ഡിമാൻഡ്. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. അയ്യോ, മകളെ, നിനക്ക് ഇത് തന്നെയാണോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം ഇതൊരു മത്സരമാണ്. നമുക്കൊരു വേദിയിൽ കിട്ടുമ്പോൾ ചില ആൾക്കാർക്ക് ചില മാർക്സ് കുറയും, ചില ആൾക്കാർ കൂടും. കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തര് പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു. കരഞ്ഞിട്ടോ ഇത് സങ്കടപ്പെടുത്തിയിട്ടോ ഒന്നും. ഓൾവേസ് റിമെമ്പർ, എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഒരാൾ മാത്രമേ ജയിക്കൂ. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് വേറെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ജയിക്കുന്ന എല്ലാം സ്കെഡ്യൂളില് എലിമിനേഷൻ നടക്കുന്നുണ്ട്, ചിലതിൽ നടക്കുന്നില്ല. അതൊക്കെ ഇറ്റ്സ് എ വെരി വെരി റിയാലിറ്റി പാർട്ടാണ്. ഇത് ഈ ജന്മം ശരിയാവില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.